നമ്മളെ ലുലു പോലുള്ള വലിയ ഷോപ്പുകളിൽ പോയിട്ട് നമ്മൾ ലുലുവും മോശമൊന്നുമല്ല GST അടിക്കുന്നതിൽ. എല്ലാ ഷോപ്പിലും GST അടിക്കുന്നുണ്ട്. ജനങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഈ ആൾക്കാർ ഇത് സാധനം വാങ്ങിയിട്ട് ഇത് വാങ്ങി അങ്ങ് പോവുക, ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലുലുവിൽ പോയിട്ട് 5400 സാധനം എടുത്തു. എല്ലാ സാധനവും എടുക്കാൻ പറ്റുമെന്നില്ല. ഓഫറുള്ള സാധനവും പിന്നെ ഓഫറില്ലാത്തതൊക്കെ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു. 5400 ബില്ലായി. അപ്പം നമ്മൾ 5400 ബില്ലായപ്പോൾ ഞാനിങ്ങനെ നമുക്ക് സുമാർ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കലുണ്ട് ഇതിന് എത്ര രൂപ, 40 രൂപ, അപ്പോൾ 80 രൂപ. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടും. ഏകദേശം ഒരു കാൽക്കുലേഷനിലാണ് എടുത്ത് നമ്മുടെ പൈസ കയ്യിൽ ആലോചിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ബില്ലടിച്ചു. അന്നേരം നമുക്ക് സംശയം തോന്നി, ഇതെന്താ നമുക്ക് എന്നാലും ഒരു 1000 രൂപേൻ്റെ വ്യത്യാസം അന്നേരം തന്നെ തോന്നിയിട്ടൊന്നും നമുക്ക് മനസ്സിലായില്ല. സാധാരണ നമ്മളവിടെ അലമ്പുണ്ടാക്കിയിട്ടുണ്ട്, നാണക്കേടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കി മെല്ലെങ്കിൽ പോന്നു. വീട്ടിൽ വന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ 964 രൂപ GST. 5400 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് 964 രൂപ GST. ഓരോന്നിനും ഇങ്ങനെ GSTൻ്റെ എഴുതിയിട്ടുണ്ട്. GST പ്രത്യേകം എല്ലാം കൂടെ ടോട്ടലി വന്നിട്ട് GST എന്ന് പറഞ്ഞിട്ടൊരു കണക്കും അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ബില്ല് കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചവനെ ഇത്രയും പാവങ്ങളെ ഊറ്റുവാണല്ലേ. ഇവർ GST എടുക്കുന്നതുകൊണ്ട് ഇവരൊരു ലാഭം എടുക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾ ലാഭം എടുക്കും. ഇതിൽ ഭയങ്കര തട്ടിപ്പാണ് നടക്കുന്നത്. ഈ ഓഫർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സാധനങ്ങൾക്ക് ഓഫർ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ 360 രൂപ കൊടുത്ത് വെളിച്ചെണ്ണ മേടിച്ചാൽ അതിൽ GST ഉണ്ട്. സാധാരണ പീടികയിൽ ഇവിടെ 340 320 വരെ വെളിച്ചെണ്ണ കിട്ടും. എന്നിട്ട് ലുലു പോയി വെളിച്ചെണ്ണ മേടിച്ചപ്പോൾ GST തകർന്ന് നമുക്ക് ആ വെളിച്ചെണ്ണയ്ക്ക് പൈസയായി. GST കൊടുക്കേണ്ടി വന്നു. അത് വേറൊരു കാര്യം, ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങളത് കുഴപ്പമില്ല എന്നാക്കി ഞങ്ങളിങ്ങോട്ട് പോന്നു. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സപ്ലൈക്കോ പോയി മേടിച്ചു 3000 രൂപ. ഇന്നലെ സപ്ലൈക്കോയിൽ നിന്ന് 3000 രൂപേൻ്റെ സാധനം മേടിച്ചു. 3000 രൂപേൻ്റെ സാധനം വാങ്ങിയപ്പോൾ അതിലിപ്പോൾ പെണ്ണുങ്ങൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 167 രൂപ GST ആയിട്ടുള്ളൂ 3000 രൂപയ്ക്ക്. അപ്പം നമ്മൾ 5000 രൂപയ്ക്ക് സാധനം മേടിക്കുകയാണെങ്കിൽ ഒരു 167 കൂട്ടിക്ക് ഒരു 2 രൂപ, ഒരു 200-250 രൂപ GST ആവുള്ളൂ. അത് സർക്കാരിൻ്റെ ഒരു ഇതിൽ പോകുന്നതാണ്. അപ്പോൾ ലുലു ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്രമാത്രം പറ്റിക്കപ്പെടുന്നുണ്ട്. സിക്കകത്തോട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതല്ലാതെ കുറേ കാഴ്ചകൾ കാണുന്ന ഇതൊക്കെ കൂട്ടിയിട്ടായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. പിന്നെ പോകുന്നവരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, അപ്പം മനസ്സിലാവും എന്തായാലും.